നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒന്നാണ് omega-369. ഒമേഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതാണ് മീൻ ഗുളിക, അല്ലെ? മീൻ ഗുളിക ചെറിയ ചെറിയ മീൻ ഗുളിക അത്രയും നല്ലതാണ്, നമ്മുടെ ശരീരത്തിൽ അത്രയും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് മീൻ ഗുളികയിലുള്ളത്. പക്ഷെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിൽ കണ്ടുവരാറുണ്ട്. ഒന്ന്, ബെൽച്ചിങ് അല്ലെങ്കിൽ ഏമ്പക്കത്തിന്റെ സമയത്ത് മീനിന്റെ ആ ഒരു ഗന്ധം വരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിയർപ്പിൽ പോലും ഒരു ഫിഷിന്റെ സ്മെൽ അടിക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടാതെ നോൺ വെജിറ്റേറിയൻസ് ആണ് കൂടുതൽ അത് പ്രിഫർ ചെയ്യുന്നത്. വെജിറ്റേറിയൻസിന് അത് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഫ്ലാക്സ് സീഡിൽ നിന്ന് എടുത്തിരിക്കുന്ന omega-3 ആണ് നമ്മൾ ഇവിടെ ഫ്ലാക്സ് ഒമേഗ എന്ന പേരിൽ ചെയ്തിരിക്കുന്നത്. omega-3 നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ 6-9 ഒക്കെ ആയിട്ട് കൺവേർട്ട് ആവും. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു അത്രയും അത്യാവശ്യമായിട്ട് വേണ്ട ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ഒക്കെ പറഞ്ഞു. ഈ ഫാറ്റിന് രണ്ട് തരത്തിലാണ് ഫാറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ട്, നമ്മുടെ ശരീരം തന്നെ അത് നിർമ്മിച്ചോളും, നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യില്ല, മറിച്ച് നമ്മൾ ഭക്ഷണത്തിനെ ആശ്രയിച്ചിരിക്കണം. ആ ഒരുപാട് ഗുണങ്ങൾ തന്നെ നമ്മുടെ സെൽ വാളിന്റെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുവിധ മേജർ ഓർഗൻസിനൊക്കെ കവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് omega-369 ഫാറ്റി ആസിഡ്സുകൾ. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സുകൾ നമ്മുടെ ഫുഡ് റിച്ച് ആയിട്ടുള്ള ഫ്ലാക്സീഡ് പോലെയുള്ള വിത്തുകളിൽ നിന്നും പിന്നെ നട്ട്സുകളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ഒമേഗ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ സപ്ലിമെന്റിന്റെ ആശ്രയിക്കേണ്ട കാരണം നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡാണ്, ഒമേഗ ഉള്ള ഫുഡൊന്നും കഴിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സപ്ലിമെന്റുകളെ ആശ്രയിക്കുന്നത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തല മുതൽ പാദം വരെ തന്നെ ഇതിന്റെ ഗുണം പറയാനുണ്ട്. നമ്മുടെ ബ്രെയിനെ ആവരണം ചെയ്തിരിക്കുന്നത് omega-369 ഫാറ്റി ആസിഡ്സ് പോലെയുള്ള ആസിഡ്സുകൾ കൊണ്ടാണ്. അപ്പം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ബ്രെയിനെ കൂളപ്പ് ചെയ്യാനും സ്ട്രെസ്, ടെൻഷൻ, ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളിൽ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ കൊളസ്ട്രോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ട്രൈഗ്ലിസറൈഡ് എന്നൊക്കെ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വളരെയധികം കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഇതുപോലുള്ള ട്രൈഗ്ലിസറൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മോശം കൊളസ്ട്രോളിനെ ബേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ omega-369 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും നമുക്കിത് പരിഹാരമാണ്. കൂടാതെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ബ്ലഡിന് തിക്നെസ് കുറച്ച് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ, മറ്റ് സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ ആണ്. കൂടാതെ മെൻസ്ട്രൽ പെയിൻ മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നത് ബ്ലഡിന്റെ തിക്കനിങ് കൂടുമ്പോഴൊക്കെയാണ്, ക്ലോട്ട് ആകുമ്പോഴാണ്. ആ ക്ലോട്ട്നെസ് ഇല്ലാണ്ടാക്കി സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മെൻസ്ട്രൽ പെയിൻ റിലീഫ് ചെയ്യാനും ഈവൻ സ്കിന്നിന് ഹൈഡ്രേഷൻ, ജലാംശം നിലനിർത്തുന്നത് കൊണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും omega-369 പരിഹാരമാണ്.